നമ്മുടെ പിണറായി വിജയന്റെ ബെടാദോസ്തായ വെള്ളാപ്പള്ളി നടേശനെതിരെ ആരോപണവുമായി അല്ലെങ്കിൽ വിമർശനവുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ആലപ്പുഴ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി. എന്തിനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയധികം താങ്ങി നടക്കുന്നതെന്നാണ് ആലപ്പുഴയിലെ ഡിവൈഎഫ്ഐ സഖാക്കൾ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ വർഗീയ പരാമർശങ്ങൾക്ക് എല്ലാം ആ ഒരു സമയത്ത് പ്രതികരിക്കാതെ അധികാരം നഷ്ടപ്പെട്ട ശേഷം ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? ഒരു കാര്യമില്ല. അന്ന് തിരുത്തലുകൾക്ക് വിധേയനായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു മുറിവിലേക്ക് ഇത് പോകില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഒരു സംഭവമായിരുന്നില്ല. വെള്ളാപ്പള്ളിയുടെ ഈ പറഞ്ഞ പല പരാമർശങ്ങളും വിമർശിക്കപ്പെടേണ്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ അത് അബദ്ധമായും അല്ലെങ്കിൽ ഇനി ചെയ്യരുത് എന്നുള്ള താക്കീതുമായിട്ടും വിടാമായിരുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് പോയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പൊളിറ്റിക്സിൽ തന്നെ നിലനിൽക്കാൻ പാടില്ലാത്ത ഒരു മുഖമായി തന്നെ മാറിയിരിക്കുന്നതിന് കാരണവും ഈ വളം വെച്ചു കൊടുക്കൽ തന്നെയായിരുന്നു. ഉദ്ദേശം മറ്റൊന്നായിരുന്നു, വോട്ട് രാഷ്ട്രീയമായിരുന്നു, വോട്ട് ബാങ്ക് ആയിരുന്നു ഉദ്ദേശമെങ്കിൽ പോലും ആ ഉദ്ദേശം പോലും ഫലം കണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ എല്ലാവരും വെള്ളാപ്പള്ളിയെ പഴിക്കുന്നു, അതിന് കൂട്ടുനിന്ന പിണറായിയെ പഴിക്കുന്നു. CPM-ന്റെ ആണെങ്കിലും ഡിവൈഎഫ്ഐയുടെ ആണെങ്കിലും പ്രധാന പ്രശ്നം ഇതാണ്. ഈ കോർ റീസൺ എപ്പോഴാണോ അരങ്ങേറുന്നത് അപ്പോൾ പ്രതികരിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രതികരണ ശേഷി എല്ലാം നിശ്ചലമാകുന്നു, എങ്ങനെയെങ്കിലും പോകട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. ഇത് പാളിപ്പോയി എന്ന് കണ്ടു കഴിയുമ്പോൾ പ്രതികരണം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. നിങ്ങൾ അന്ന് ചെയ്തത് ശരിയായില്ല, അന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഇതാണ് ഈ പാർട്ടിയുടെ പ്രശ്നം. ഈ ജനാധിപത്യം ഇല്ലാത്ത പാർട്ടി ആവുക, അല്ലെങ്കിൽ കേഡർ സംവിധാനത്തിൽ മുതിർന്നവർ ഇരുന്നുകൊണ്ട് തീരുമാനം എടുക്കുന്നതെല്ലാം ബാക്കിയുള്ളവർ കേൾക്കുക എന്നൊരു സംവിധാനത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് അവർക്ക് പ്രതികരിക്കാൻ അവർക്ക് സാഹചര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതിനുശേഷം അണമുട്ടിയാൽ പാമ്പും കടിക്കും ചേരയും കടിക്കും എന്നൊക്കെ പറയുന്നത് പോലെയാണ് അവസാനം പ്രതികരിച്ചു പോകുന്നത്. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു CPM-ന്റെ ഒരു പകുതി 50% വോട്ടുകളും പോയതിന്റെ പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. കാരണം എന്തെല്ലാം സിറ്റുവേഷൻസ് ഉണ്ടായി. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം വന്ന് സംസാരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി പോകുന്നു, അങ്ങനെ പല 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 സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ നാവായി പ്രവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതിനെപ്പോലും ഡിഫെൻഡ് ചെയ്യാൻ CPM-ന് സാധിച്ചിട്ടില്ല. കമാന്നൊരു അക്ഷരം മിണ്ടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അതല്ല എന്ന് പറയാൻ കഴിയില്ലായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇടത് ഭരണം വലിയ മോശം സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് SNDP വോട്ടുകൾ ഇനി ഒഴുകിയെത്തും എന്നുള്ള തോന്നലായിരുന്നു. പക്ഷെ ഇത് വെറും തോന്നലാണ്. നമ്മൾ SNDP-യിലുള്ള മറ്റു മുതിർന്ന നേതാക്കളെയോ അല്ലെങ്കിൽ ഭാരവാഹികളെയോ അല്ലെങ്കിൽ ആ സംഘടനയിലുള്ള ആൾക്കാരെയോ നമ്മൾ സംസാരിക്കുകയോ പരിചയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്നൊരു കാര്യമാണ്, വെള്ളാപ്പള്ളി പറയുന്ന ആൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ SNDP-യുടെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന BDJS സ്ഥാപിക്കുന്ന സമയത്തൊപ്പം ഉണ്ടായിരുന്ന പല നേതാക്കളും പറയുന്നൊരു കാര്യമുണ്ട്, വെള്ളാപ്പള്ളി ഇതിൽ കുറെ കറ ചേർത്തിട്ടുണ്ട്, കുറെ കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത്തരം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ DYFI, എനിക്കൊന്ന് DYFI ഇപ്പോൾ സ്വയം ആത്മശോധനയുടെ സമയമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് എവിടെയാണ് പാളിപ്പോയോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന സമയമായിട്ടേ ഉള്ളൂ. അതിന്റെ ഭാഗമാണ് വെള്ളാപ്പള്ളിയെ പഴിക്കുന്നു, റഹീം എന്തിന് പാർട്ടിയിൽ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നു, അദ്ദേഹത്തിന് പാളിപ്പോയി എന്ന് പറയുന്നു. ഇതിനൊക്കെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. 3 ഇലക്ഷനുകൾ അടുപ്പിച്ച്, എനിക്ക് 2 വർഷത്തിന്റെ ഇടയ്ക്ക് 3 ഇലക്ഷനുകൾ ഒരുമിച്ച് നേരിടേണ്ടി വന്നൊരു സാഹചര്യത്തിൽ ആദ്യ 2 തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ പരാജയം ഉണ്ടാകരുത് എന്നുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കണമായിരുന്നു. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM പ്രവർത്തകർ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തിലല്ല ഞങ്ങളുള്ളത് സഖാക്കളെ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡോക്ടറൈൻ ഓഫ് ലാപ്സ് എന്താണെന്ന് അറിയുമോ? ഭയങ്കര താത്വികമായിട്ടൊക്കെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷെ കൃത്യമായിട്ട് പ്രയോഗിച്ചിരുന്നെങ്കിൽ ഇത്രയും നാണുകെട്ട തോൽവിയിലേക്ക് പോയില്ലായിരുന്നു. തോക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ 35 സീറ്റ് എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ മോശമായ മറ്റേ സ്വർണ്ണലിപികളിൽ വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ തിരുത്തലുകൾ നടത്തിയില്ല? റഹീം MP ഒക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പ്രചാരണ പരിപാടികളിലൊക്കെ ഓടി നടന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ വിമർശനം ഉന്നയിക്കാൻ കഴിയാതെ ഇന്ന് എന്തിന് നിങ്ങൾ വന്നു എന്ന് ചോദിക്കുന്നിടത്തും പ്രശ്നമുണ്ട്. ഇനി നമ്മുടെ തിരിച്ച് മെയിൻ ടോപ്പിക് വെള്ളാപ്പള്ളി നടേശനിലേക്ക് വരികയാണെങ്കിൽ, വെള്ളാപ്പള്ളി നടേശനെതിരെ സത്യം പറഞ്ഞാൽ നടപടിയെടുക്കാൻ മുൻ സർക്കാരിനും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴത്തെ സർക്കാരും നടപടി എടുക്കുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും.
ഇപ്പോൾ 2 മാസം എന്ന് പറയുന്നത് ചെറിയ പ്രായമല്ല, സമയമല്ല. ഇപ്പൊ ആദ്യം 1 മാസം എന്തിനിങ്ങനെ സർക്കാരിനെ വിമർശിക്കുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കാം. പക്ഷെ സമയം ഇങ്ങനെ കടന്നു പോകുന്നു. ഇപ്പോൾ വളരെ ക്രൂഷ്യലായ നമ്മുടെ കെ മഹേഷൻ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കേസ് പുരോഗമിക്കുന്നുണ്ട്. അതിൽ എന്ത് നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയൻ എന്ത് നേടിയതിന്റെ പകരമായിട്ടാണ് വെള്ളാപ്പള്ളിയെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ തിരിച്ചത് UDF പാളയത്തിലും വന്ന് വീഴുകയാണ്. എന്തിന് ബദലായിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസ്, VD സതീശൻ സർക്കാർ വെള്ളാപ്പള്ളിയെ പൊതിഞ്ഞു പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കേണ്ടി വരും. അതെ, തൂക്കിയിടേണ്ട സമയത്ത് തൂക്കിയിടണമായിരുന്നു. അല്ലാതെ ഈ ഒരു പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറ്റത്തിൽ നിന്നും അല്ലെങ്കിൽ ചെയ്ത ശിക്ഷയിൽ നിന്നും അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ശിക്ഷയിൽ നിന്നും പരമാവധി ആ ഒരു ദൂരം കൂടുകയാണ്. അതല്ലെങ്കിൽ ആ ഒരു ശിക്ഷയിലേക്കുള്ള ദൂരം കൂടുകയാണ് വെള്ളാപ്പള്ളിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതിനോടകം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനോടകം അന്വേഷണ സംഘത്തിന് ഒരു അറസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ഒരു നിർദ്ദേശമെങ്കിലും നൽകേണ്ടതായിരുന്നു. പക്ഷെ അതുപോലും നൽകാതെ ഇങ്ങനെ കയറൂരി അഴിച്ചു വിട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളിലും ഓരോ പ്രസ്താവനകൾ, കൂടാതെ SNDPയുടെ മുഖപത്രമായ യോഗനാഥത്തിൽ ഓരോ വിഷയങ്ങളെ ചൊല്ലി ഇപ്പോൾ മുസ്ലിം ലീഗിനെ എല്ലാം വിമർശിച്ച് എഡിറ്റോറിയൽ എഴുതിയ എല്ലാം കണ്ടതാണ്. ഇപ്പോൾ ഇതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ ഇനിയും എഡിറ്റോറിയൽ തുടരും, അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പ്രസ്താവനകൾ തുടരും. ഇതുപോലുള്ള ഒരു പൊതുവിഷത്തെ ഇതുപോലെ സമൂഹത്തിലേക്ക് അഴിച്ചു വിട്ടാൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് വളരെ മോശമായിരിക്കും. അത് സർക്കാരിന്റെ പ്രതിച്ഛായക്കും അത് കളങ്കം ഏൽപ്പിക്കും, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും. എന്ത് സന്ദേശമാണ് നിങ്ങൾ പൊതുജനത്തിന് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ആരായാലും ഉത്തരം കൊടുക്കേണ്ടി വരും. പിന്നെ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് കണ്ടെത്തണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വേണ്ടത് അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിനുശേഷം മാത്രമേ എന്തായിരിക്കും മുന്നോട്ടുള്ളത്, അറസ്റ്റിലേക്കാണോ നീങ്ങുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റത്തിന്റെ ചിലപ്പോൾ ഒരു ചുവടുവയ്പ് ആയിരിക്കാം. അവർ പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കത് സാധിച്ചില്ല? ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ചെയ്യുന്ന അത്രയും വലിയൊരു ക്യാമ്പയിൻ പോലെ അല്ലെങ്കിൽ ഒരു വലിയ മൂവ്മെന്റ് പോലെ ഡിവൈഎഫ്ഐക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഡിവൈഎഫ്ഐയുടെ സംഘടനാ നേതൃത്വം, ഒരു സിസ്റ്റം എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു സിസ്റ്റമാണ്. അവർക്ക് കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്ന് പല പദ്ധതികൾ കൊണ്ട് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ ആത്മശോധന നടത്തുകയാണ്, എന്തുകൊണ്ട് നമുക്ക് അതുപോലൊരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് വീക്ക്നെസ് എന്ന് കണ്ടുപിടിച്ചാൽ അവിടെ നിന്ന് സ്വന്തം പൊട്ടൻഷ്യൽ തേടി മുന്നോട്ട് പോകാൻ കഴിയും. അത് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളിയെ പിടിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിനേക്കാൾ മുൻപത്തെ സർക്കാർ എന്തിനിത്രയും വളം വെച്ചു കൊടുത്തു എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതും പ്രസക്തമാണ്. അപ്പോൾ അവർ ഉന്നയിക്കുന്നത് പോലെ ഞങ്ങളുടെ മാതൃസംഘടന, ഞങ്ങൾ ആരുടെയും പോഷക സംഘടനയല്ല എന്ന് പറയുന്നത് പോലെ സ്വതന്ത്ര സംഘടനയായി നിന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ CPM-ന് കഴിഞ്ഞില്ലെങ്കിൽ ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഡിവൈഎഫ്ഐക്കെങ്കിലും കഴിയട്ടെ.